കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയില് സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റാവാഡ എച്ച് ചന്ദ്രശേഖർ അദ്ദേഹത്തെ സംസ്ഥാന പോലീസിന്റെ മേധാവിയായിട്ട് കഴിഞ്ഞ ദിവസം നിയമിച്ചു. അതിപ്പോ ഒരു വലിയ വിവാദ വിഷയമായിരിക്കുകയാണ്. എം വി രാഘവൻ UDF മന്ത്രിസഭയില് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ച DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് വെടിവെക്കുകയും 5 പേര് മരിക്കുകയും ചെയ്തു. 1994 നവംബർ 25-നാണ് ഈ സംഭവം ഉണ്ടായത്. 5 പേർ മരിച്ചു, അപ്പം തന്നെ മരിച്ചു. മറ്റൊരാള് പുഷ്പൻ ദീർഘകാലം ഈ വെടിയേറ്റതിനെ തുടർന്ന് ശയ്യാവലംബിയായിരുന്നു. അടുത്ത കാലത്താണ് മരിച്ചത്. ഈ കേസിൽ CPM പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന റാവഡ ചന്ദ്രശേഖർ പിന്നീട് LDF അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തെ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി പോലീസ് ഭരിക്കുന്ന സമയത്ത് കേരള പോലീസിന്റെ DGP ആയിട്ട്, ക്രമസമാധാന ചുമതലയുള്ള DGP, അതായത് പോലീസ് മേധാവി, ആ സ്ഥാനത്തേക്ക് നിയമിച്ചതാണ് ഇപ്പോൾ വലിയ വിവാദ വിഷയമായിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് കേട്ടാൽ ഇപ്പോഴും ഓരോ പ്രവർത്തകന്റെയും ചോര തിളയ്ക്കും. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതായിരുന്നു പാർട്ടി ചരിത്രത്തിൽ കൂത്തുപറമ്പ് സംഭവം. പാർട്ടി അങ്ങനെയാണ് അതിനെ കണ്ടത്. അന്ന് മരിച്ചുകൂടെ 5 രക്തസാക്ഷികളെ, പിന്നീട് മരിച്ച പുഷ്പനെ, അങ്ങനെ 6 പേരെ രക്തസാക്ഷികൾക്കിടയിലെ ചന്താരങ്ങളായിട്ടാണ് CPM കണ്ടിരുന്നത്, ഇപ്പോഴും കാണുന്നത്. ധാരാളം രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്ക്, അവരെയൊക്കെ പാർട്ടി പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ, അവർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വെടിയേറ്റതിനെ തുടർന്ന് ദീർഘകാലം രോഗക്കിടക്കയിൽ കിടന്ന പുഷ്പൻ, അദ്ദേഹത്തെ കുറിച്ചൊരു പാട്ടുണ്ടായിരുന്നു. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് തുടങ്ങുന്ന ഒരു സമരഗാനം. അത് DYFI വസഭയുടെയും ഒക്കെ ദേശീയ ഗാനമായിട്ട് മാറിയ ഒരു ഗാനമാണ്. ബലികുടീരങ്ങളെ എന്ന വളരെ പ്രശസ്തമായ വിപ്ലവ ഗാനത്തേക്കാൾ കൂടുതൽ വൈറലായ ഒരു ഗാനം. അതെ, ആ കേസിൽ CPM പ്രതിസ്ഥാനത്ത് കണ്ട, ദീർഘകാലം ശത്രുവായി പ്രഖ്യാപിച്ച് കൈകാര്യം ചെയ്ത റാവഡ ചന്ദ്രശേഖർ ഇന്ന് പോലീസ് ആസ്ഥാനത്ത് പോലീസ് മേധാവിയായി ചുമതലയേറ്റപ്പോൾ കേരളത്തിന്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്: ആ 6 രക്തസാക്ഷികൾ എവിടെ? ആ രക്തസാക്ഷികളുടെ സ്മരണ എവിടെ? ആ ഓർമ്മകളെ CPM സർക്കാർ വഞ്ചിക്കുകയായിരുന്നില്ലേ? ആ രക്തസാക്ഷികളുടെ സ്മരണയെ അപമാനിച്ചുകൊണ്ടല്ലേ റാവഡ ചന്ദ്രശേഖറിനെ പോലീസിന്റെ മേധാവിയായി നിയമിച്ചിരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങള്, CPM പ്രവർത്തകര്, CPM-നോട് അനുഭവമുള്ളവര് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതൊരു പ്രധാന കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം റാവഡ ചന്ദ്രശേഖറിന്റെ നിയമനത്തിലുണ്ട്. അദ്ദേഹം ഇന്നലെ വരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കണ്ണും കാതുമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അത് നമ്മൾ ഈ സന്ദർഭത്തിൽ മറക്കാൻ പാടില്ല. പറഞ്ഞല്ലോ, ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടർ. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ വിഭാഗത്തിന്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തത്. അതായത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ വളരെ പ്രധാനപ്പെട്ട പദവികൾ കൈയാളിയിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഇനിയും സർവീസ് ഉണ്ട്. 2027 വരെ കേരളത്തിൽ അദ്ദേഹത്തിന് DGP ആയിട്ട് തുടരാൻ കഴിയും. കേന്ദ്ര സർവീസിൽ ഇരുന്നിരുന്നുവെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അദ്ദേഹം പോകുമായിരുന്നു. അങ്ങനെയുള്ള റാവഡ ചന്ദ്രശേഖർ എന്തുകൊണ്ട് കേന്ദ്രത്തിൽ ലഭിക്കാമായിരുന്ന അഭികാമ്യമായ പദവികൾ ഉപേക്ഷിച്ച് കേരളം ഒരു കൊച്ചു സംസ്ഥാനത്തെ പോലീസ് മേധാവിയായിട്ട് ചുമതലയേൽക്കുന്നു? അത് മറ്റൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ നിയമനം ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണഗതിയിൽ കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന IAS IPS ഉദ്യോഗസ്ഥന്മാര് അവിടെ മികച്ച പദവികളിലാണെങ്കിൽ ഒരിക്കലും സ്വന്തം കേഡറിലേക്ക് തിരിച്ചു വരാറില്ല. കേരളത്തിൽ തന്നെ ചീഫ് സെക്രട്ടറി പദം ഒഴിവ് വന്നപ്പോൾ, DGP പദവി ഒഴിവ് വന്നപ്പോൾ കേന്ദ്ര സർവീസിലായിരുന്ന പലരെയും സമീപിച്ചതാണ്. അവർക്ക് തിരിച്ചു വന്ന് ഇവിടെ ചീഫ് സെക്രട്ടറിയോ DGP ആകാമായിരുന്നു. അവരാരും വന്നിട്ടില്ല. കാരണം അവർക്ക് താല്പര്യം കേന്ദ്ര സർവീസാണ്. പക്ഷേ റാവഡ ചന്ദ്രശേഖറിന്റെ കാര്യത്തിൽ മാത്രം മറിച്ചൊരു തീരുമാനമാണ് ഉണ്ടായത്. റാവഡ ചന്ദ്രശേഖർ സംസ്ഥാന സർക്കാരിന് അത്ര താല്പര്യമുള്ളൊരു വ്യക്തിയാണ് എന്ന് തോന്നിയിരുന്നില്ല. നേരത്തെ DGP നിയമനം സംബന്ധിച്ച് വാർത്തകൾ വന്നപ്പോൾ UPSC തയ്യാറാക്കുന്ന ചുരുക്കപ്പട്ടിക, അതിൽ നിന്നാണ് നിയമിക്കേണ്ടത്. അതിൽ പെടാതെ സ്വയം മാറി നിൽക്കാൻ റാവഡ ചന്ദ്രശേഖറിന്റെ മേൽ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന വാർത്തയുണ്ട്.
കാരണം അതിന്റെ അർത്ഥം അദ്ദേഹത്തെ DGP ആക്കാൻ പിണറായി സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷെ സംഭവിച്ചത് വളരെ രസകരമായ കാര്യമാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ റാവാഡ ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വരികയും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ കാണുകയും കേരളത്തിൽ DGP ആവാൻ തനിക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ തന്നെ കേന്ദ്ര സർവീസിൽ DGP ആണ്. ഇവിടെ വന്ന് കൂടുതൽ അധികാരമുള്ള പദവികളൊന്നും ലഭിക്കാനില്ല. എന്നിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടത് തനിക്ക് കേരളത്തിലെ DGP ആകാൻ താല്പര്യമുണ്ട് എന്നാണ്. അദ്ദേഹം DGP ആകുന്ന സമയത്തിനും വലിയ പ്രത്യേകതയുണ്ട്. പറഞ്ഞല്ലോ, 2027 ജൂലൈ 1 വരെ അദ്ദേഹത്തിന് മറ്റൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ DGP ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്താണ് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. വളരെ നിർണായകമായ ഒരു സമയമാണ്. ആ സമയത്ത് BJPക്ക് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ താല്പര്യങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു സമയത്ത് കേന്ദ്ര സർവീസിൽ ഇന്റലിജൻസ് ബ്യൂറോയിലെ സ്പെഷ്യൽ ഡയറക്ടർ ആയിരുന്ന ഒരാൾ ഉദ്യോഗസ്ഥൻ കേരളത്തിലേക്ക് വരുന്നു, ഇവിടെ DGP ആകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് ന്യായമായി സംശയിക്കാം. UPSC തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന നിതിൻ അഗർവാളിനെ ഒഴിവാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തെ മറികടന്നുകൊണ്ടാണ് റാവാഡ ചന്ദ്രശേഖരനെ DGP ആയി നിയമിച്ചിരിക്കുന്നത്. നിതിൻ അഗർവാളിനോട് സർക്കാരിന് വലിയ എതിരഭിപ്രായമൊന്നുമില്ല. അദ്ദേഹത്തെ കേന്ദ്ര സർവീസിൽ നിന്ന് മാതൃ കേഡറിലേക്ക് അയച്ചതാണ്. അദ്ദേഹം BSFന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടറായിരുന്നു. അക്കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഉണ്ടായപ്പോൾ അതിനെ ഫലപ്രദമായിട്ട് തടയാൻ വേണ്ട നടപടികൾ എടുത്തില്ല എന്ന കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ BSFിൽ നിന്ന് ഒഴിവാക്കി മാതൃ കേഡറിലേക്ക് അയച്ചത്. ആ ഒരു വിഷയം കേരളത്തിലെ ഗവൺമെന്റ് ആ രീതിയിൽ എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ 1ാം സ്ഥാനക്കാരനായ നിതിൻ അഗർവാളിനെ UPSC തയ്യാറാക്കിയ ലിസ്റ്റ് അതിലെ 1ാമനാ, വേണമെങ്കിൽ അദ്ദേഹത്തെ DGP ആയിട്ട് നിയമിക്കാമായിരുന്നു. പക്ഷെ അതിന് പോലും തയ്യാറാവാതെ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് 2ാം സ്ഥാനക്കാരനായ റാവാഡ ചന്ദ്രശേഖരനെയാണ് നിയമിച്ചത്. പ്രകൃതിയുടെ മിശ്രണം, ടാറ്റയുടെ പാക്കിംഗ് എന്ന് ടാറ്റ ടീയെ കുറിച്ച്, കണ്ണൻ ദേവൻ തേയിലയെ കുറിച്ച് ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നു. അതുപോലെയാണോ ഈ നിയമനം നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അമിത്ഷായുടെ തീരുമാനം, അതിന്റെ അടിയിൽ ഒപ്പുവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതാണോ ഉണ്ടായത്? ആ ഒരു തോന്നലാണ് സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്കാര്യത്തിൽ അമിത്ഷാ ഒരു തീരുമാനം പറഞ്ഞാല് അല്ലെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാല് സംസ്ഥാന സർക്കാരിന് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കാരണം CBI വാദിയായിട്ടുള്ള ലാവ്ലിൻ കേസ് ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുക. അതിങ്ങനെ മാറ്റി മാറ്റി നീട്ടി വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള മാസപ്പടി കേസ്, കരിമണൽ മാസപ്പടി കേസ്, അതിന്റെ SFIയുടെ അന്വേഷണം, അതില് അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു, അത് പിന്നെ കോടതിയിലൊക്കെ പോയി. അതും ഇങ്ങനെ തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ എത്ര കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ അമിത്ഷാജി ഒരു കാര്യം പറഞ്ഞാല്, ഒരു നിർദ്ദേശം വെച്ചാല് അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് MP ഗോവിന്ദൻ മാഷ് പറയുന്നത്, അതായത് DGPയുടെ നിയമനത്തിൽ പാർട്ടിക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അത് സർക്കാരിന്റെ താല്പര്യമായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യമായിരുന്നു. അവിടെ പാർട്ടിയോ പാർട്ടി വികാരങ്ങളോ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ വ്രണപ്പെടുമെന്ന് തോന്നലോ അല്ലെങ്കിൽ രക്തസാക്ഷി സ്മരണയോ അതൊന്നും പ്രസക്തമാകില്ല. നമ്മുടെ നിലനിൽപ്പാണ് പ്രശ്നം. നമ്മുടെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കണം. പുഷ്പനും മറ്റ് 5 രക്തസാക്ഷികളും അതൊക്കെ പഴയ കഥ, ഇപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല എന്നൊരു തോന്നല് സർക്കാരിനുണ്ടാകുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ്. റാവാഡ ചന്ദ്രശേഖർ ഒരു നല്ല സമർത്ഥനായ ഉദ്യോഗസ്ഥനായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ കേന്ദ്ര സർവീസിൽ അദ്ദേഹം ഇത്രമാത്രം ഉയർന്ന പദവികളിലെത്തിയത്. അക്കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ കഴിവുകളെ ചോദ്യം ചെയ്യുന്നത് ശരിയുമല്ല. ഇതുവരെ അദ്ദേഹത്തിനെതിരായിട്ടൊരു ബ്ലാക്ക് മാർക്ക് നമ്മൾ എവിടെയെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ കേരള പോലീസിന്റെ DGP ആക്കിക്കൊണ്ടുള്ള തീരുമാനം കേരളത്തിലെ CPM പ്രവർത്തകരെ ഞെട്ടിക്കുകയും അവരെ വൈകാരികമായി വളരെ തളർത്തുകയും ചെയ്തു. ഇപ്പൊ MP ജയരാജനൊക്കെ ചില ന്യായീകരണങ്ങളുമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകളൊക്കെ തള്ളിപ്പോയതാണ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അന്ന് CPM, പിന്നീട് ഒന്ന് LDF സർക്കാർ റാവാഡ ചന്ദ്രശേഖരനെ പ്രതിസ്ഥാനത്താണ് നിർത്തിയത്. സംഭവം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു.
പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസുണ്ടായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലും ശ്രമിച്ചു. അന്ന് എന്താണ് ഈ റാവാഡ ചന്ദ്രശേഖർ പ്രിൻസിപ്പൽ അഡീഷണൽ സെഷൻസ് കോടതിയിൽ മൊഴി കൊടുത്തത്? അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു കൂട്ടം DYFI പ്രവർത്തകര് MV രാഘവനെ വധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വെടിവെപ്പ് നടത്തിയത് എന്നാണ്. ആ മൊഴി ഇപ്പോഴും കോടതിയിൽ കിടക്കുകയാ. അതൊരു പൊതുരേഖയായിട്ട് അവിടെ ഉണ്ട്. പിന്നീട് അദ്ദേഹത്തെ അന്വേഷണ കമ്മീഷനിലൊക്കെ വെറുതെ വിട്ടു. ശരിയാണ്, അദ്ദേഹം നേരിട്ട് അവിടെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയൊന്നും ചെയ്തിട്ടില്ല. ADM ആണ് ഉത്തരവ് നൽകിയത്. അതൊക്കെ ശരിയാ. പക്ഷേ അന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് വെടിവെപ്പ് നടന്നത്. അതുകൊണ്ട് റാവഡ ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ്. പക്ഷെ CPM ഒരിക്കലും ഇവരോടൊന്നും ക്ഷമിച്ചിട്ടില്ല. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെയും അവര് ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ടില്ല. റാവഡ ചന്ദ്രശേഖരനെയും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രിയുടെ ചുമതല വഹിക്കുമ്പോൾ റാവഡ ചന്ദ്രശേഖരനെ അദ്ദേഹത്തിന്റെ DGP ആക്കാൻ നിർബന്ധിതനായിരിക്കുന്നു. MV രാഘവൻ CPMന്റെ ധീരവീര പോരാളിയായിരുന്നു. പിന്നീട് ബദൽ രേഖയുടെ പേരിലാണ് പാർട്ടിയുമായിട്ട് തെറ്റിയത്. പിന്നീട് അദ്ദേഹം പാർട്ടിക്ക് പുറത്താക്കി. അദ്ദേഹത്തിന് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തവരെ പോലും CPM വെറുതെ വിട്ടില്ല, വേട്ടയാടി. പക്ഷെ അവസാനം എന്താണ് സംഭവിച്ചത്? പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM MVRനെ അംഗീകരിച്ചു. MVRന്റെ മകന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തു. ഇപ്പോൾ ആ കേസിൽ CPM പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന റാവഡ ചന്ദ്രശേഖരെ സംസ്ഥാന DGP ആയി നിയമിക്കുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാവാനും കൊല്ലാനും ഇറങ്ങുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു പാഠം ആകേണ്ടതാണ്. രക്തസാക്ഷികളൊക്കെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏണിപ്പടികൾ മാത്രമാണ്. പക്ഷെ സ്വന്തം പ്രശ്നങ്ങൾ വരുമ്പോൾ, സ്വന്തം നിലനിൽപ്പിന്റെ ഇഷ്യൂ വരുമ്പോൾ പാർട്ടിക്കാരെ അല്ലെ പാർട്ടി നേതൃത്വം ഈ രക്തസാക്ഷികളെ അങ്ങോട്ട് മാറ്റി നിർത്തും. പിന്നീട് ഈ രക്തസാക്ഷികളെ ആവശ്യം വരുമ്പോൾ അവരുടെ ഛായാചിത്രങ്ങള് പാർട്ടി സമ്മേളന വേദികളിൽ വയ്ക്കും. അതുപോലെ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നതുപോലെയുള്ള വളരെ വികാരഭരിതമായ ഗാനങ്ങൾ തയ്യാറാക്കി നാട് മുഴുവൻ പാടും. പക്ഷെ നഷ്ടം സംഭവിക്കുന്നത് ഈ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ്.